ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് മലബാർക്കാരുടെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള പഴം നിറവിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കിയെടുക്കാം. ഈ ഒരു പഴനിറവ് ഇങ്ങനെ മാവിൽ മുക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട്, അല്ലാതെ പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. ഞാനിവിടെ മാവിൽ മുക്കിയിട്ടാണ് ഈ ഒരു പഴനിറവ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് അളവിലാണ് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കാതെ കുറച്ച് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കൂടി പോയാൽ നമുക്ക് ആ ഒരു മാവ് ഒന്ന് ഡ്രൈ ആയിരിക്കും, അതുകൊണ്ട് പഞ്ചസാര കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഇതുപോലെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഈ ഒരു മാവ് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കുക. നമ്മൾ സാധാരണ പഴം പൊരിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മാവ് തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ റവ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ റവ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പഴനിറവ് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ഇതിലേക്ക് റവ ആ ഒരു ടൈമിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മാവൊക്കെ നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ആ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്കുള്ള പഴം നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഴക്കഥ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ, അപ്പോൾ ഞാനിവിടെ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി, ഒരുപാട് അങ്ങ് വറുത്തെടുക്കേണ്ട. ഇനി ഈ ഒരു ഫില്ലിങ്ങിൽ കുറച്ചൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിതവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ ഒരു പഞ്ചസാരയൊക്കെ ഇങ്ങനെ മെൽറ്റായി വരും. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. കുറച്ചധികം തന്നെ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ മാത്രമായിട്ട് ഈ ഒരു ഫില്ലിങ്ങിലായിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ട് ചെയ്തെടുക്കാറുണ്ട്, അല്ലാതെ തേങ്ങയും ശർക്കരയും വെച്ചിട്ടൊക്കെ പലരും പല രീതിക്കും ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്കും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയും ആ ഒരു ബദാമും എല്ലാം കൂടി നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ആ ഒരു തേങ്ങയ്ക്കൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പഴത്തിൻ്റെ തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തായി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കീറിയെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ആ ഒരു പഴത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നാര്, കറുത്ത നാര് നമുക്ക് കൈകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് കുറേശ്ശായിട്ട് അങ്ങ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഫുള്ളായിട്ട് അങ്ങ് നിറച്ച് കൊടുക്കാം. ഇനി നിറച്ച് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചിലർ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓയിലിൽ ഇങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമ്മളിപ്പോൾ ഈ ഒരു നിറച്ചെടുത്ത ആ ഒരു പഴം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാവിലേക്ക് നല്ലതുപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഓയിലിട്ടിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ.
നമ്മുടെ പഴനിറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്